നെക്സ്റ്റ് പോംസ് എന്ന് പറയുന്നത് വാലസ് സ്റ്റീവൻസിൻ്റെ ദ എംപറർ ഓഫ് ഐസ്ക്രീമും അതുപോലെ തന്നെ ഓഷ്യൻ മൂങ്ങിൻ്റെ സം ഡേ ഐ വിൽ ലവ് ഓഷ്യൻ മൂങ്. സോ ഫസ്റ്റ് നമുക്ക് വാലസ് സ്റ്റീവൻസിൻ്റെ വർക്ക് നോക്കാം. വാലസ് സ്റ്റീവൻസിൻ്റെ വർക്കിൻ്റെ പേര് ദി എംപറർ ഓഫ് ഐസ്ക്രീം എന്നാണ്. ഇതൊരു കവിതയാണ് കേട്ടോ. അപ്പോൾ വാലസ് സ്റ്റീവൻസ് എന്ന് പറയുന്ന അമേരിക്കൻ മോഡേണിസ്റ്റ് പോയറ്റാണ്. ആൻഡ് അദ്ദേഹം USA പെൻസിൽവേനിയ എന്നുള്ള സ്ഥലത്താണ് ജനിച്ചത്. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. ആൻഡ് ഓൾസോ അദ്ദേഹത്തിൻ്റെ പോയട്രിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇമാജിനേഷൻ, റിയാലിറ്റി, ഡെത്ത്, ബ്യൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളും. പുളിറ്റ്സർ പ്രൈസും ഇദ്ദേഹത്തിന് പോയട്രിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള രീതിയിൽ എവറിഡേ ഒബ്ജക്ട്സ് ഉണ്ടല്ലോ അതിനെ സിമ്പിൾസ് ആയിട്ട് യൂസ് ചെയ്ത് ഫ്രീ വേർഡ്സിലാണ് എഴുതുന്നത്. അതായത് റൈമും റിതമും മീറ്ററും ഒന്നും കവിതയ്ക്ക് കാണത്തില്ല. വളരെ ഫ്രീ ഫ്ലോ ഓഫ് വേർഡ്സ് ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ഹാർമോണിയം, പിന്നെ ദ സ്നോമാൻ, പിന്നെ നമുക്ക് പഠിക്കാനുള്ള ദി എംപറർ ഓഫ് ഐസ്ക്രീം. ദി എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത് ഒരു ഫ്യൂണറൽ സീനിനെയാണ് കാണിക്കുന്നത്. അതായത് ഒരു ഫ്യൂണറൽ ഹാപ്പൻ ചെയ്യുന്നു, പക്ഷേ അതിന് ചുറ്റിനും നടക്കുന്ന ആളുകളുടെ ലൈഫും ആ മൊമെൻറ്റ്സും ഓർഡിനറി ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പോൾ പോം സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡെത്ത് എന്ന് പറയുന്ന കാര്യം ഇന്നെവിറ്റബിൾ ആണ്. വെച്ചാൽ അത് ഹാപ്പൻ ചെയ്തിരിക്കും, നമുക്കതിനെ ഒരിക്കലും തടയാൻ കഴിയില്ല. അപ്പോൾ ലൈഫ് എന്ത് ചെയ്യണം, അത് നമ്മൾ അതിനനുസരിച്ച് ലൈഫിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ എന്താ പറയുക മൂവ് ഓൺ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ആ നമ്മുടെ ടൈറ്റിൽ തന്നെ ദ എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് പറയുന്നത് തന്നെ എന്താ പറയുന്നത്, നമ്മുടെ ലൈഫിലുള്ള ടെമ്പററി ആയിട്ടുള്ള പ്ലഷറിനെയാണ് കാണിക്കുന്നത്. ഐസ്ക്രീം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മെൽറ്റായി പോകും അല്ലേ വെളിയിൽ വെക്കുമ്പോൾ, വെച്ചാൽ ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്, ക്വിക്കായിട്ട് മെൽറ്റ് ചെയ്യും. സോ അതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലെ ഓരോ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് പോലും. അപ്പോൾ ഡെത്ത് എന്ന് പറയുന്നത് മാത്രമാണ് അതിനകത്ത് ഏറ്റവും ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ ഡെത്ത് ഹാപ്പൻ ചെയ്താലും എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ആ ലൈഫ് ഷുഡ് മൂവ് ഓൺ, അതാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ റിയാലിറ്റിയാണ് ഫാൻറ്റസിയെക്കാട്ടിലും മോർ ഇമ്പോർട്ടൻറ്റ്. ലൈഫ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഈവൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. 2 സ്റ്റാൻസ പോമാണ്. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ റിഫ്രഷ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുവാണ്, എസ്പെഷ്യലി ഐസ്ക്രീം ഒരു ഫ്യൂണറൽ ഹാപ്പൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സർപ്രൈസിംഗ് ആയിട്ട് നമുക്ക് ഒരു ഇച്ചിരി സർപ്രൈസ് എലമെൻറ്റ് എന്ന് വെച്ചാൽ ഒരാൾ മരിക്കുമ്പോൾ ഐസ്ക്രീം പ്രിപ്പയർ ചെയ്യുന്നു ഒരു സൈഡിൽ എന്ന് നമുക്ക് കുറച്ച് സർപ്രൈസിംഗ് ആയിട്ട് തോന്നും. പക്ഷെ അതെന്താണ് കാണിക്കുന്നത്, അതൊരു എന്താ പറയുക, ഒരു സൈഡിൽ ഒരു മരണം നടക്കുന്നു, മറ്റൊരു സൈഡിൽ ഒരാളുടെ ജീവിതം ഹാപ്പൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ എന്താണ് ജോലി അല്ലെങ്കിൽ ലൈഫ് അല്ലെങ്കിൽ മൊമെൻറ്റ്സ് അവിടെ ഹാപ്പൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. അതാണ് ലൈഫ് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു സൈഡിൽ ഡെത്ത് ഉണ്ടെങ്കിൽ മറു സൈഡിൽ എന്താണ് ലൈഫ് മൂവ് ഓൺ ചെയ്തേ പറ്റൂ. സോ ഒരു സൈഡിൽ ഫ്യൂണറലും മറ്റേ സൈഡിൽ ഐസ്ക്രീം ആളുകൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീ കിടക്കുന്ന ഡെഡ് വുമൺ കിടക്കുന്ന ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത്, അവരുടെ ഫ്യൂണറലാണ്. അവരുടെ ആ ഒരു റൂമിലോട്ടാണ് സെക്കൻഡ് സ്റ്റാൻസ് നമ്മളെ കൊണ്ടുപോകുന്നത്. അവരുടെ ബോഡി ഒരു ഷീറ്റിൽ കവർ ചെയ്തിരിക്കുന്നു. അവരുടെ ഫീറ്റ്, അതായത് കാലുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ആ ഷീറ്റിൽ കവേർഡ് ആയിട്ടില്ല. അപ്പോൾ സ്പീക്കർ ഇൻസിസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ പോയിന്റ് ഇൻസിസ്റ്റ് ചെയ്യുകയാണ്, എന്താണ് നമ്മൾ ഡെത്തിനെ ഒരിക്കലും ഷീറ്റ് കൊണ്ട് മറയ്ക്കുകയോ അല്ലെങ്കിൽ ബ്യൂട്ടിഫൈ ചെയ്യേണ്ട കാര്യമോ ഡിസ്ഗൈസ് ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല. എന്ന് വെച്ചാൽ മറയ്ക്കേണ്ട കാര്യമൊന്നും ഇല്ല. അതാണ് ആ കാലുകൾ വെളിയിൽ കിടക്കുന്നത് കാണിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം റിപ്പീറ്റ് ചെയ്യുന്നൊരു ലൈനുണ്ട് ഈ ഒരു പോയത്തിനകത്ത്. അതിനെ നമ്മൾ റിഫ്രെയിൻ എന്നാണ് വിളിക്കുന്നത്. ദ ഒൺലി എംപറർ ഈസ് ദി എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് വെച്ചാൽ പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫ് ടെമ്പററിയാണ്. അതായത് ഒൺലി എംപറർ ഈസ് ദി എംപറർ ഓഫ് ഐസ്ക്രീം എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ലൈഫിൽ പ്ലഷറും എല്ലാ കാര്യങ്ങളും എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, ടെമ്പററി ആയിട്ടുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഓവറോൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ടെമ്പററിയാണ്. അപ്പം ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് നമ്മൾ സ്റ്റാൻസ വൈസ് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് പോം ഓപ്പൺ ചെയ്യുന്നത് ഐസ്ക്രീം പ്രിപ്പറേഷൻ ഗ്യാതറിങ്ങിൽ അവിടെ വന്ന ആളുകൾക്ക് വേണ്ടി ഐസ്ക്രീം പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസിലൂടെയാണ് ഹാപ്പൻ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റാൻസ ഓർഡിനറി പീപ്പിളുണ്ട്, ലൈഫ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഡെത്ത് ഹാപ്പൻ ചെയ്താലും. ഐസ്ക്രീം എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്, ആ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു പ്ലഷറിനെയാണ് കാണിക്കുന്നത്. ആളുകളൊന്നും ഐസ്ക്രീം കഴിക്കുന്നതെന്ന് വെച്ചാൽ എന്താ കാണിക്കുന്നത്, ആളുകളൊന്നും എക്സസീവായിട്ട് വിഷമിച്ച് നിൽക്കുകയോ മോൺ ചെയ്ത് നിൽക്കുകയോ അല്ല. ഹ്യൂമൻ ബീയിങ്സ് ലൈഫിനെ എൻജോയ് ചെയ്തേ പറ്റൂ, ബിക്കോസ് ഇറ്റ് ഈസ് ഷോർട്ട്. തൊട്ടപ്പുറത്തൊരു മരണം ഹാപ്പൻ ചെയ്തു എന്നതുകൊണ്ട് അവിടെ ലൈഫ് അല്ലെങ്കിൽ അവിടെ ഹ്യൂമൻ ബീയിങ്സ് ലൈഫ് അല്ലെങ്കിൽ മൊമെൻറ്റ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാന്നല്ല. ഹ്യൂമൻ ബീയിങ്സ് ഷുഡ് എൻജോയ് ദെയർ ലൈഫ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡെത്ത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. സ്റ്റാൻസ 2-നകത്ത് വീണ്ടും ഡെഡ് വുമണിലോട്ടാണ് അറ്റൻഷൻ പോകുന്നത്.
അവരുടെ ബോഡി റിയലിസ്റ്റിക്കലി കാണിക്കുന്നു. അവർ ബോഡി ഷീറ്റിൽ മറച്ചിട്ടേക്കുന്നു. പക്ഷേ ആ ഷീറ്റ് ഉള്ളത് കൊണ്ട് അവരുടെ ഡെത്തിനെ മറയ്ക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അവിടെ കുറേ ലാംപ്സ് കത്തിച്ച് വെച്ചിട്ടുണ്ട്. അത് റൂമിനെ ഇല്ലുമിനേറ്റ് ചെയ്യുന്നു, വെളിച്ചം. റിയാലിറ്റി നമുക്ക് ഒരിക്കലും കൺസീൽ ചെയ്യാൻ പറ്റില്ല. പോം എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദി ഒൺലി എംപറർ ഈസ് ദി എംപറർ ഓഫ് ഐസ്ക്രീം എന്നുള്ള ലൈനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടാണ്. എന്ന് വെച്ചാൽ ഡെത്തിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ എർത്തിലി ലൈഫിലുള്ള പ്ലഷേഴ്സ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്, പക്ഷേ എന്നാലും അത് റിയൽ ആണ്. എന്ന് വെച്ചാൽ ഡെത്ത് വന്നാലും നമ്മൾ ലൈഫുമായിട്ട് മുന്നോട്ട് പോയേ പറ്റും. അപ്പോൾ ഡെത്തിനെ ഒരു റിയാലിറ്റി ആയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാച്ചുറൽ ആയിട്ടൊരു കാര്യമായിട്ടാണ്, അല്ലാതെ സെൻറ്റിമെൻ്റലായിട്ടല്ല ഇവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ലൈഫ് എന്ന് പറയുന്നത് പെർമനൻ്റ് അല്ല. നമ്മുടെ ജീവിതത്തിലുള്ള പ്ലഷേഴ്സ് ക്വിക്കായിട്ട് ഡിസപ്പിയർ ചെയ്യും. അതാണ് ഐസ്ക്രീമിനെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഓണസ്റ്റായിട്ട് ഡെത്തിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക ലൈഫിൽ. അതുപോലെ തന്നെ എന്താണ്, ഡെയിലി ആക്ടിവിറ്റീസ് എന്ത് തന്നെയാണെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഈവൻ ഡ്യൂറിങ് ഡെത്ത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ഹ്യൂമൻ ബീങ്സ് എന്തൊക്കെ ചെയ്താലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഡെത്തിനെ അല്ലെങ്കിൽ മോർട്ടാലിറ്റിയെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസ് എന്ന് വെച്ചാൽ സിംബലിസം ഉണ്ട്. ഐസ്ക്രീം എന്ന് പറയുന്നത് ടെമ്പററി പ്ലഷറിനെ കാണിക്കുന്നു. ഇമേജസ് എന്ന് പറയുമ്പോൾ ഇമേജറി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫ്യൂണറൽ, കിച്ചൺ, ആ ഡെഡ് ബോഡി, അതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഒരു റെഗുലർ റൈമോ മീറ്ററോ വെച്ചിട്ടല്ല ഇത് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു മോഡേണിസ്റ്റ് പോയട്രിയാണ്. അതാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നത്. ഇദ്ദേഹം വാളസ് സ്റ്റീവൻസിൻ്റെ പോയട്രി എന്ന് പറയുന്നത് ഫ്രീ വേഴ്സിലാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കവിത എന്ന് പറയുന്നത് ഓഷ്യൻ മൂങ്ങിൻ്റെ സം ഡേ ഐ വിൽ ലവ് ഓഷ്യൻ. സോ ഓഷ്യൻ മൂങ് എന്ന് പറഞ്ഞൊരു വിയറ്റ്നാമീസ് അമേരിക്കൻ പോയറ്റും എസ്സേയിസ്റ്റും നോവലിസ്റ്റുമാണ്. വിയറ്റ്നാമിൽ ജനിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോട്ട് അദ്ദേഹം പിന്നീട് ഇമിഗ്രേറ്റ് ചെയ്തതാണ് വാറിന് ശേഷം. പിന്നെ ഒരു വർക്കിംഗ് ക്ലാസ് ഫാമിലിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം. ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടാണ് ഇദ്ദേഹം പഠിച്ചത്. സോ അദ്ദേഹത്തിൻ്റെ ഭയങ്കര ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ ഡീപ്പായിട്ട് പേഴ്സണലി എഴുതുന്ന ഒരു സ്റ്റൈലാണ് ഇദ്ദേഹത്തിൻ്റേത്. ഫ്രീ വേഴ്സിലാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇമോഷണലായിട്ടും ഇൻറ്റിമേറ്റായിട്ടും ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻസും എല്ലാം ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സം ഡേ ഐ വിൽ ലവ് ഓഷ്യൻ വൂങ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള കവിത. പിന്നീട് മറ്റൊരു കവിത എന്ന് വെച്ചാൽ ടൈം ഈസ് എ മദർ എന്നൊക്കെയുള്ള കവിതയും എഴുതിയിട്ടുണ്ട്. സോ സം ഡേ ഐ വിൽ ലവ് ഓഷ്യൻ വൂങ് എന്നുള്ളതൊരു പേഴ്സണൽ പോവമാണ്. ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ, ലോൺലിനെസ്സിനെ കുറിച്ച്, ട്രോമയെക്കുറിച്ചൊക്കെയാണിത് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ നമ്മളെ തന്നെ സ്നേഹിക്കാം. ലേണിംഗ് ടു ലവ് വൺ സെൽഫ്. ഒരു പെയിൻ ഹാപ്പൻ ചെയ്താലും, ഒരു ലോൺലിനെസ് വന്നാലും, ഒരു ഇമോഷണൽ ട്രോമ നമ്മൾ ഫേസ് ചെയ്താലും നമ്മൾ എങ്ങനെ വേണം നമ്മളെ സ്നേഹിക്കാൻ. എന്ന് വെച്ചാൽ നമ്മളെ കൈവിടരുത്. നമ്മൾ വേണം ഫസ്റ്റ് നമ്മളെ സ്നേഹിക്കാൻ. അപ്പോൾ ടൈറ്റിൽ ഇറ്റ് സെൽഫ് സിഗ്നിഫിക്കൻ്റ് ആണ്. കാരണം പോയറ്റിൻ്റെ പേരും പോയറ്റ് അദ്ദേഹത്തിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ടൈറ്റിലിനകത്ത്. എന്തുവാ, സം ഡേ ഐ വിൽ ലവ് ഓഷ്യൻ വൂങ്. നമ്മുടെ പോയറ്റിൻ്റെ പേര് ഓഷ്യൻ വൂങ് എന്നാണ്. ഒരു ദിവസം ഞാൻ ഓഷ്യൻ വൂങ്ങിനെ ലവ് ചെയ്യും, ഒരു ദിവസം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ സ്പീക്കറും ഐഡൻറ്റിറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അത് സെൽഫ് ലവ് കൊണ്ട് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സെൽഫ് ലവിനെ കുറിച്ചാണ് ഈ പോം സംസാരിക്കുന്നത്. അപ്പം സെൽഫ് ലവ് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതെന്ന് പറയുമ്പോൾ ഒരു ഗ്രാജുവൽ, ഒരു സ്ലോ ജേണിയാണ്. അതിലൂടെ സെൽഫ് ലവിലൂടെ നമുക്ക് നമ്മളെ തന്നെ ഹീൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ സ്പീക്കർ തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലാണ്. പക്ഷേ സ്പീക്കർ സ്വന്തം അതായത് ഹീസ് ടോക്കിംഗ് ടു ഹിംസെൽഫ്. പക്ഷേ നമുക്ക് ഫീൽ ചെയ്യും, റീഡേഴ്സിന് എന്താണ് ഫീൽ ചെയ്യുന്നത്, ലൈക്ക് ഹീസ് ടോക്കിംഗ് ടു അല്ലെങ്കിൽ സ്പീക്കിംഗ് ടു അനദർ പേഴ്സൺ. സോ അദ്ദേഹം ലോൺലിനെസ്സിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ വൂണ്ടുകളെക്കുറിച്ചും ആ ഒരു ബുദ്ധിമുട്ട്, നമുക്ക് നമ്മളെ തന്നെ സ്വയം അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. സോ ത്രൂ ഔട്ട് ദ പോവം ഈ ഒരു സഫറിങ്, ഐസൊലേഷൻ, ഇതെല്ലാം ഹോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. സ്പീക്കർ ഭയങ്കര ബ്രോക്കണായിട്ട് ഫീൽ ചെയ്യുന്നു അറ്റ് ഹാർട്ട്. പക്ഷേ അദ്ദേഹം ബിലീവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൺ ഡേ ഹീ വിൽ ഫൈനലി ലേൺ ടു ലവ് ഹിംസെൽഫ്. ആ ഒരു തത്വമാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈസി ആയിട്ടുള്ളൊരു റെസൊല്യൂഷനോ ഒരു സൊല്യൂഷനോ ഇല്ല. പോം സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹീലിംഗ് പോസിബിളാണ്, പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ട് ഹീലിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് സെൽഫ് ലവിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് പോം ഫ്രീ വേഴ്സിലാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് റെഗുലർ സ്റ്റാൻസാസ് ഒന്നുമില്ല. നമുക്ക് സെക്ഷൻ വൈസ് നോക്കാം. ബിഗിനിങ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നതെന്ന് വെച്ചാൽ സ്പീക്കർ അദ്ദേഹത്തിനെ തന്നെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുവാണ്. അതായത് അദ്ദേഹം ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് പറയുവാണ്. അദ്ദേഹം പറയുവാണ്, വരുന്ന ഫ്യൂച്ചറിൽ ഇനി എനിക്ക് ചിലപ്പോൾ എന്നെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുമായിരിക്കും. ഒരു സെൽഫ് ഡൗട്ടോട് കൂടിയും ഒരു ഇമോഷണൽ ഡിസ്റ്റൻസുമാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ സെൽഫ് അക്സെപ്റ്റൻസ് സ്പീക്കർ ഇങ്ങനെ ഹോപ്പ് ചെയ്തിരിക്കുവാണ്. മിഡിൽ സെക്ഷനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പെയിനിനെ കുറിച്ചും ലോൺലിനെസ്സിനെ കുറിച്ചും ഒക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്.
അദ്ദേഹം ഫേസ് ചെയ്തിട്ടുള്ള ട്രോമയെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതായത് ഹീലിംഗ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഹീലിംഗ് എങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഫറിങ്സ് ഉണ്ടല്ലോ, പെയിൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഡിനേ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊരിക്കലും ഹീൽ ചെയ്യാൻ പറ്റുകയില്ല. സെക്ഷൻ 3 എൻഡിങ്ങിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ സ്പീക്കർ ഒരു ഹോപ്പോട് കൂടി സംസാരിക്കുവാണ്. എന്ന് വെച്ചാൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് അദ്ദേഹം പ്രോമിസ് ചെയ്യുവാണ് അദ്ദേഹത്തിനോട് തന്നെ. എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ സ്നേഹിച്ച് തുടങ്ങും. ഫ്യൂച്ചർ ഓൾറെഡി ഡൗട്ട്ഫുൾ ആണ്, അൺസർട്ടൺ ആണ്. നമുക്ക് എന്താ ഹാപ്പൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഹീലിംഗ് സെൽഫ് ലവിലൂടെ പോസിബിൾ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സെൻട്രൽ തീം എന്ന് പറയുന്നത് എന്താണ്? സെൽഫ് ലവ്. അതായത് വൺ ഷുഡ് അക്സെപ്റ്റ് ആൻഡ് വാല്യൂ വൺ സെൽഫ്. എത്ര പെയിൻ ഉണ്ടായാലും ഇൻസെക്യൂരിറ്റി ഉണ്ടായാലും നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക. എന്തൊക്കെ വൂൺസ് ഉണ്ടായാലും അത് സമയമെടുത്ത് ഹീൽ ആവത്തുള്ളൂ, പക്ഷേ റിക്കവറി പോസിബിൾ ആണ്. പിന്നെ സ്പീക്കർ എക്സ്പ്ലോർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ലോൺലിനെസ്സും ഇതിനകത്ത് പറയുന്നുണ്ട്. സഫറിങ് ഉണ്ടെങ്കിൽ പോലും പോം എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു വളരെ ഹോപ്പ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തും ലിറ്ററി ഡിവൈസ് യൂസ് ചെയ്തിരിക്കുന്ന അദ്ദേഹം നമ്മുടെ പോയിറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോസ്ട്രഫിയാണ്. അപ്പോസ്ട്രഫി എന്ന് വെച്ചാൽ ഒരാളെ ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്ത് കവിത എഴുതുന്നു. അപ്പോൾ ഇവിടെ സ്പീക്കർ അദ്ദേഹത്തിനെ തന്നെ അഡ്രസ്സ് ചെയ്ത് കവിത എഴുതുവാണ്. അതാണ് ഇതിവിടെ അപ്പോസ്ട്രഫി എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ വേഴ്സിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നേച്ചറിനെയൊക്കെ ഇവിടെ സിംബലൈസ് ചെയ്ത് കാണിക്കുന്നു. സോ ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോവമാണ്. ഐഡൻറ്റിറ്റിയെക്കുറിച്ചും സെൽഫ് ലവിനെക്കുറിച്ചുമാണ് അദ്ദേഹം ഇതിനകത്ത് സംസാരിക്കുന്നത്. സെക്കൻഡ് പേഴ്സണിലാണ് ഇദ്ദേഹം പറഞ്ഞു പോകുന്നത്. അദ്ദേഹത്തിനെ തന്നെയാണ് അഡ്രസ്സ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷേ സെക്കൻഡ് പേഴ്സണിലൂടെയാണ് പറഞ്ഞു പോയേക്കുന്നത്. ഓക്കെ.